ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം അതിൻ്റെ 12-13 വാക്യം. അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീനെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹയൊരുക്കി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഇഹലോക ജീവിതത്തിൽ ഐഹികമായ തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ അനേക മേഖലകളിൽ യേശു പറഞ്ഞു വിട്ടിട്ടുണ്ട് കർത്താവിൻ്റെ പല പ്രവൃത്തികൾക്കായി. അവിടെയെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ശിഷ്യഗണത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യമാണല്ലോ ഇന്ന് ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന പെസഹ അല്ലെങ്കിൽ ശിഷ്യന്മാരും ഒന്നിച്ച് കഴിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പെസഹ കഴിക്കാൻ വേണ്ടി ഒരു ശാല നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പോകുവിൻ. നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. സ്തോത്രം. അപ്പം ഒരടയാളം കൂടെ കൊടുത്താണ് വിടുന്നത്. ഈ കേൾക്കപ്പെട്ട ശിഷ്യന്മാർ അവർ പോകുകയാണ്. സ്തോത്രം. പത്രോസും യോഹന്നാനും നമുക്കറിയാം. അവർ ചെന്ന് ഈ വെള്ളം കുടം ചുമന്നുകൊണ്ട് വരുന്ന ആ മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പുറകിന് ചെന്ന് ആ വീടുമൊക്കെ കണ്ടു. അപ്പോൾ അവർ ഗുരുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്ക് ആ മനുഷ്യനോട് അറിയിക്കുകയും അവൻ ഒരു വിരിച്ചൊരുക്കിയ വൻമാളിയെ കാണിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഈ പ്രിപ്പയർ ചെയ്ത, ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. സ്തോത്രം. അവർ വന്നിട്ട് ഉടനെ വിരിക്കുകയല്ല, വിരിച്ചൊരുക്കിയ വൻമാളിയെ കാണിച്ചു കൊടുത്തു. അപ്പം അതൊക്കെ വളരെ ചിന്തിക്കേണ്ടതാണ്. വിരിച്ചത്, സ്തോത്രം, ഒക്കെ എല്ലാം റെഡിയാണ്, വന്നിരുന്നാൽ മാത്രം മതി. കാണിച്ചു കൊടുത്തു. നോക്ക് ദൈവമക്കളെ, സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ചിന്തയിൽ എൻ്റെ ആ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, വിരിച്ചൊരുക്കിയ വൻമാളിക എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, കർത്തൃവേലയിൽ പങ്കാളികളാകുവാൻ ഹല്ലേലൂയ ആ കുടുംബം തയ്യാറാകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ വീട് യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ കഴിക്കാൻ വിട്ടുകൊടുക്കുവാൻ ഒരു മടിയുമില്ലാത്ത കുടുംബം. നമുക്കിതുപോലെ തന്നെ ഒരു വാക്യം, സ്തോത്രം, 19 അധ്യായത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്, സ്തോത്രം, യെരൂശലേമിലേക്ക് പോകുവാൻ ഒരു കഴുതക്കുട്ടി ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുക, നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയെ കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരുവാൻ. ഇവർ പോകുന്നു, കഴുതക്കുട്ടി അഴിച്ചു കൊണ്ടുവരും. അതിൻ്റെ ഉടമസ്ഥൻ ഒരു മടിയും കൂടാതെ ആ കഴുതക്കുട്ടിയെ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ, സ്തോത്രം, യെരൂശലേം പ്രവേശനത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കഴുതക്കുട്ടിയെയും കൊണ്ട് ആ മനുഷ്യനോട് നിൽക്കുകയാണ്. ആ മനുഷ്യനതിനൊരു പങ്കാളിയാകുക, ശിഷ്യന്മാരിനതൊരു പങ്കാളിയാകുക, ഒരു ദൗത്യത്തിന് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലൊരു വാഗ്ദത്ത നിവർത്തികൾക്ക് വേണ്ടി പങ്കാളികളാകുന്ന ശിഷ്യന്മാർ, പങ്കാളിയാകുന്ന ആ കഴുതയുടെ ഉടമസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. ദൈവീയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പങ്കാളിയാകുന്ന, സ്തോത്രം, ഒരു വീട്ടുടയവൻ, പങ്കാളിയാകുന്ന ശിഷ്യന്മാർ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ മരണശേഷം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ഇതാ അരിമത്തിലെ ജോസഫ് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കല്ലറ യേശുവിന് വിട്ടുകൊടുക്കുക, യേശുവിനെ ശവശരീരം വെക്കാൻ വിട്ടുകൊടുക്കുക, പങ്കാളിയാകുക, തൻ്റെ കല്ലറ വിട്ടുകൊടുക്കാൻ ഒരു തടസ്സവും. മറിയയുടെ അടുക്കിലേക്ക് ദൂതൻ വന്ന് പറയുന്നുണ്ട്, സ്തോത്രം, നിന്റെ ഉള്ളിൽ ഒരു പ്രജ ജനിക്കുന്നു, ആ പ്രജ, സ്തോത്രം, യേശുവാണ്, വരികാനുള്ള മശീഹയാണെന്നൊക്കെ പറയുമ്പോൾ, സ്തോത്രം, തൻ്റെ ജീവിതം വിട്ടുകൊടുക്കാൻ ഒരു മടിയും ആ സ്ത്രീ കാണിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജോസഫിൻ്റെ അടുക്കൽ ചെന്നിട്ട് ദൂതൻ പറയുകയാണ്, മറിയയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവളുടെ ഉള്ളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനെ ആന്ന് പറയുമ്പോൾ, സ്തോത്രം, അവൻ്റെ ജീവിതം വിട്ടുകൊടുക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. സ്തോത്രം. രക്ഷയിക ദൗത്യത്തിന് പങ്കാളിയാകുവാൻ ആ കുടുംബം ഏറ്റെടുത്ത ദൗത്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വേലയിൽ, കർത്തൃവേലയിൽ പങ്കാളികളാകുന്ന
ഒത്തിരി ആളുകളെ ഇതിനകത്ത് കാണാം. ഇന്നും കർത്തൃവേലയിൽ പങ്കാളികളാകുവാൻ കർത്താവ് ആളുകളെ അന്വേഷിക്കുക. നോക്കണം, ഒരുവൻ തൻ്റെ കല്ലറ വിട്ടുകൊടുത്തു, ഒരുവൻ തൻ്റെ കുടുംബജീവിതം വിട്ടുകൊടുത്തു, ഒരു സ്ത്രീ തൻ്റെ യൗവന ജീവിതം വിട്ടുകൊടുത്തു, തൻ്റെ ഉദരം വിട്ടുകൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഹല്ലേലൂയ അവർ തങ്ങളുടെ എല്ലാ പണിയും വിട്ടിട്ട് കർത്താവിൻ്റെ കൂടെ നിന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി ആളുകളെ ആവശ്യമാണ്. നിങ്ങൾ സ്തോത്രം ദൈവമക്കളെ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യത്തിൽ സ്തോത്രം നമ്മൾ വായിക്കുന്നത് മലയാളത്തിൽ വായിക്കുന്നതിനേക്കാൾ ഇംഗ്ലീഷ് വായിക്കുന്ന ഇച്ചിരും കൂടി നല്ലതെന്ന് തോന്നുന്നുകൊണ്ട് സ്തോത്രം ഇവിടെ മലയാളത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം 49-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് ഇന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷിൽ വായിക്കുന്ന ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ് എന്നാണ്. 12 വയസ്സുള്ള സ്തോത്രം കർത്താവ് ഹല്ലേലൂയ അവിടെ ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ഈ മാതാപിതാക്കൾ 3 ദിവസം തിരഞ്ഞ ശേഷമാണ് ഇവനെ ഈ യേശു ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചത്. അവിടെ ചെന്നിട്ട് ആ വേവലാതി പിടിച്ചിരിക്കുന്ന ഭാരത്തോട് നിൽക്കുന്ന ആ മാതാപിതാക്കളോട് യേശു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ബിസിനസ്, എൻ്റെ പിതാവിൻ്റെ എന്താണ് എന്നെ അയച്ചിരിക്കുന്നത്, അതെനിക്ക് ചെയ്യണ്ടായോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം തൻ്റെ വചനം ലോകമെങ്ങും അറിയുക എന്നുള്ളതാണ്. സ്തോത്രം അതെന്നെ ചെയ്യുവാൻ സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നു, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഹിതം ഈ ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും അറിയുന്നതിന് വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ മേഖലയിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ കർത്തൃപ്രവർത്തികളിൽ സ്തോത്രം നമ്മൾ പങ്കാളികളാകുക എന്നുള്ളതാണ്. സ്തോത്രം വി ആർ ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് അവിടെ ഒരു പദം, വേറെ പദം ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു പങ്കാളിത്തം വഹിക്കുക. നമ്മുടെ ഭവനം വിട്ടുകൊടുത്ത്, നമ്മുടെ ആരോഗ്യം വിട്ടുകൊടുത്ത്, നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം, അറിവ്, കഴിവ് ഇതെല്ലാം അല്ലെങ്കിൽ ആ പങ്കാളിത്തത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ സ്തോത്രം ദൈവമക്കളെ ഒരു കമ്പനിയുടെ ഷെയർ എടുക്കുന്ന ഒരു മനുഷ്യന് സ്തോത്രം അതിനൊരു ലാഭവിഹിതമുണ്ട്. എന്ന് വെച്ചാൽ സ്തോത്രം ഹല്ലേലൂയ നാം തീർച്ചയായിട്ടും ഒരു പങ്കാളിയാകുന്നുവെങ്കിൽ സ്തോത്രം നമുക്ക് അതിനുള്ളൊരു അനുഗ്രഹം കർത്താവ് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലേക്ക് വരും. പക്ഷേ നമ്മൾ പങ്കാളിത്തമുള്ളവരാകണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം കർത്താവ് ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ ഹല്ലേലൂയ വേലയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ, വ്യക്തിപരത്തെ, കുടുംബത്തെ ഹല്ലേലൂയ ജീവിതത്തെ വിളിച്ചിരിക്കുമ്പോൾ അതൊരു പങ്കാളിത്തം നമുക്കുണ്ട്. അതിൽ നമ്മൾ പങ്കാളിത്തമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ പകൽക്കാലം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങയുടെ രാജ്യത്തിൻ്റെ പങ്കാളികളായി ഞങ്ങൾ നിൽക്കേണ്ടവരാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖല കൊണ്ടും അങ്ങയുടെ ഹല്ലേലൂയ സ്തോത്രം രാജ്യത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. അതിനുള്ള മനസ്സ് ഒക്കെ ഞങ്ങൾക്ക് തരണം. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അതിലൊരു അനുഗ്രഹമുണ്ട്, അത് ഞങ്ങളുടെ മേൽ വരുമെന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനതയുടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.